ഹലോ, അംബൂസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്ടർ ലില്ലിയാണ് കേട്ടോ. വാട്ടർ ലില്ലിയുടെ സെയിൽ വീഡിയോ ആണ്. മൾട്ടിപെറ്റലുണ്ട്, ട്യൂബർ പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇതിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. കോളുകൾ ഒഴിവാക്കണേ. തിങ്കളാഴ്ച എല്ലാവർക്കും കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ലോട്ടസ് ട്യൂബർ ഉണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. വൈകുന്നേരം ഈ ഒപ്പം ലോട്ടസ് ട്യൂബറിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലെങ്ത് കൂടിപ്പോവും വീഡിയോയ്ക്ക്. അതുകൊണ്ടാണ് ഈ ഒപ്പം ഇടാത്തത്. വൈകുന്നേരം ഞാൻ ലോട്ടസ് ട്യൂബറിൻ്റെ ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ഉണ്ട് കേട്ടോ. കുറച്ച് വെറൈറ്റീസ് ഡോർമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ട്യൂബർ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൈകുന്നേരം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ലോട്ടസിൻ്റെ. അപ്പം ഇതിൻ്റെ വാട്ടർ ലില്ലി വേണ്ടവർ മെസ്സേജ് അയയ്ക്കുക. ലോട്ടസ് ട്യൂബറും ഒപ്പം വേണ്ടവർ ചോദിക്കുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ വൈകുന്നേരം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വെറൈറ്റീസ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ DTDC, പ്രൊഫഷണൽ കൊറിയർ, ST കൊറിയർ വഴിയായിരിക്കും അയക്കുന്നത്. അതുപോലെ നടാൻ അറിയാൻ മേലാത്തവർ ചോദിക്കണം കേട്ടോ. പിന്നെ ഇപ്പം കൊതുക് കൂത്താടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അസോള വേണ്ടവരും ചോദിക്കാൻ മറക്കരുതേ. അന്നേരം തന്നെ ചോദിച്ചു പോവുക. അസോള വേണ്ടവർക്ക് അസോള പാക്കിങ്ങിൻ്റെ കൂട്ടത്തിൽ കൊറിയർ പാക്ക് ചെയ്യുമ്പോൾ വയ്ക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ. അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വെറൈറ്റി കോപ്പറാണ്. മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലിയാണ്. കോപ്പറിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്. നോക്കി എന്ത് രസമാണ്. നോക്കി ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ട്യൂബറിൽ നിന്നാണ് നമുക്ക് പുതിയ തൈകൾ കിട്ടുന്നത്. നല്ല ഭംഗിയാണ്, നല്ല കളറുമാണ്. നല്ല ഇതാണ്. ലീഫൊക്കെ കണ്ടില്ലേ, നല്ല ഇതാണ് ട്യൂബറിൽ നിന്ന് പുതിയ തൈകൾ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 2 പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് കേട്ടോ. കോപ്പറിൻ്റെ നല്ല കളറാണേ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയാണ്, നല്ല കളറും ഉണ്ട്. ഇതിൻ്റെ റേറ്റ് 600 രൂപയാണ് കേട്ടോ. ഇത് അടുത്ത വെറൈറ്റി ജുലൈൻ സബാണ്. ജുലൈൻ സബിൻ്റെ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. ജുലൈൻ സബിൻ ട്യൂബറിൽ തൈകൾ കിട്ടുന്നത്. ഇതിൻ്റെ റേറ്റ് 150 രൂപയാണ് ജുലൈൻ സബിൻ്റെ റേറ്റ്. ഫ്ലവർ പിക്ക് എല്ലാത്തിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റും കണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത വെറൈറ്റി ഒരു മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലിയായ സൈനോഫാങ് ആണ് കേട്ടോ. സൈനോഫാങ്ങിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത്. നമുക്ക് ട്യൂബറിൽ നിന്നാണ് പുതിയ തൈകൾ കിട്ടുന്നത് കേട്ടോ. സൈനോഫാങ്ങിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ റേറ്റ് വാട്സപ്പിൽ വന്നു കഴിയുമ്പം റേറ്റ് പറയുന്നതായിരിക്കും കേട്ടോ. അടുത്ത വെറൈറ്റി അലക്സിസ് ആണ്. അലക്സിസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ട്യൂബറിൽ നിന്നാണ് നമുക്ക് പുതിയ തൈകൾ കിട്ടുന്നത്. ഫ്ലവർ പിക്കാൻ സൈഡിൽ കൊടുത്തേക്കാം. അലക്സിസിൻ്റെ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് 130 രൂപയാണേ. അടുത്ത വെറൈറ്റി പിങ്ക് ഫാൻസി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ. അതെ, പിങ്ക് വെരിഗേഷനൊക്കെ കയറി വന്നിട്ടുണ്ട് ഈ ഒരു പെറ്റൽസിൻ്റെ അകത്തോടെ കേട്ടോ. അപ്പോൾ ഇത് ചെറിയ പോട്ടിൽ ഞാൻ സെയിൽ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വലിയ പോട്ടിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും ഈ വെരിഗേഷനൊക്കെ നന്നായിട്ട് കയറി വരും. അതിൻ്റെ ഫ്ലവർ പിക്കാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 400 രൂപയാണേ. വേണ്ടവർ മെസ്സേജ് അയയ്ക്കുക. അടുത്ത വെറൈറ്റി ഗോൾഡൻ യെല്ലോ നങ്വാങ്ങിൻ്റെ ട്യൂബർ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഒരു 2-3 ട്യൂബർ പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട്. ഗോൾഡൻ യെല്ലോ നങ്വാങ്ങാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു ഗോൾഡൻ കളറും ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡും നല്ല ഗോൾഡൻ കളറാണ് കേട്ടോ. നന്നായിട്ട് വിരിഞ്ഞ് നല്ല വലിയ പോട്ടിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല വലിയ ഫ്ലവർ കിട്ടും. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനാട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 180 രൂപയാണേ. അടുത്ത വെറൈറ്റി ക്രോഞ്ചിനോക്കാണ് കേട്ടോ. ക്രോഞ്ചിനോക്ക് ഇത് 3-ാം ദിവസത്തെ ഫ്ലവറാണേ. നല്ല ഭംഗിയാണ്, നല്ല കളറുമാണ് കേട്ടോ. ഫസ്റ്റ് ഡേയിലൊക്കെ ഇതിലും കളറാണ്, നല്ല കളറാണ് കേട്ടോ. അപ്പം ഇതും ട്യൂബറിൽ നിന്നാണ് നമുക്ക് പുതിയ തൈകൾ കിട്ടുന്നത്. ക്രോഞ്ചിനോക്കിൻ്റെ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് 250 രൂപയാണേ. തടിയിൽ നിന്ന് ബഡ് വരുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള വെറൈറ്റീസ് എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് കേട്ടോ. എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് ഓർത്തോണ്ടാണ്. ഹാർഡി വെറൈറ്റീസ് ഒന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 250 ക്രോഞ്ചിനോക്ക്. അടുത്ത വെറൈറ്റി വിചിത്രയാണ്. വിചിത്ര ഒരു മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലിയാണ് കേട്ടോ. അതിൻ്റെ ബഡ് വന്ന ഈ സെയിം പ്ലാന്റ് താഴെ നിന്ന് അടുത്ത ബഡ് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് വിചിത്രയുടെ ഫ്ലവർ കാണാൻ. അപ്പോൾ വിചിത്രയുടെ റേറ്റ് അറിയേണ്ടവർ വാട്സപ്പിൽ, ഫ്ലവറിങ് പ്ലാന്റ് ആണ്, റേറ്റ് അറിയേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. റേറ്റ് പറയുന്നതായിരിക്കുമേ. അടുത്ത വെറൈറ്റി നമുക്ക് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് ട്രെൻസറാഗ്. ട്രെൻസറാഗിൻ്റെ ഫ്ലവർ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഒരെണ്ണം ഫ്ലവർ വിരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. ട്രെൻസറാഗിൻ്റെ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് 200 രൂപയാണേ.
നമുക്ക് ട്യൂബറിൽ നിന്നാണ് നമുക്ക് പുതിയ തൈകൾ കിട്ടുന്നത്. നല്ല ഭംഗിയാട്ടോ കാണാൻ, ഒരു പ്രത്യേക കളറാണ്. വിരിഞ്ഞ് വരുന്ന ഫസ്റ്റ് ഡേയിൽ നല്ല സൂര്യപ്രകാശം കൂടി ഉണ്ടെങ്കിൽ നന്നായിട്ട് നല്ലപോലെ കളറിങ്ങനെ എടുത്തെറിയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് അതിൻ്റെ കളറ്, ഒരു ഡബിൾ ഷെയ്ഡൊക്കെയാണ് അതിൻ്റെ പെറ്റൽസിൻ്റെ തുമ്പത്ത് ഒരു പിങ്ക്, നല്ല ഡാർക്ക് പിങ്കും നല്ല ഒരു ഓറഞ്ച് എന്തോ ഒരു കളർ, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കളറും അതിൻ്റെ നടുഭാഗത്ത് ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ല രസമുള്ള ഫ്ലവറാണേ. അപ്പോൾ 200 ഇതിൻ്റെ റേറ്റ്. അടുത്ത വെറൈറ്റി കൈലാഷാണ് കേട്ടോ. കൈലാഷ് ഇത് ഫ്ലവർ കഴിഞ്ഞാണ്, 3-ാം ദിവസത്തെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളർ, അപ്പോൾ ഏതൊരു വെറൈറ്റിക്കും ആദ്യത്തെ ദിവസമായിരിക്കും കേട്ടോ അതിൻ്റെ കളറ് കൂടുതൽ, ഫ്ലവറിൻ്റെ കളർ കൂടുതൽ കേട്ടോ. ഇത് വെരിഗേറ്റഡ് ലീഫൊക്കെയാണ് കൈലാഷിൻ്റെ. ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് 350 രൂപയാണ്. ഫസ്റ്റ് ഡേയിൽ ഫ്ലവർ പിക്കാൻ സൈഡിൽ കൊടുത്തേക്കാം, നല്ല ഭംഗിയാണ് കാണാനേ. അടുത്തൊരു വിവിപാരസ് വെറൈറ്റിയാണ്. വിവിപാരസ് ഉണ്ടോ, വിവിപാരസിൻ്റെ വീഡിയോ ഇടാവോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പം വിവിപാരസ് വെറൈറ്റിയായ റൂബിയാണ് കേട്ടോ. ഇതേ ബഡ് വന്ന പ്ലാന്റാണ് ഇത്, റൂബിയാണ്. റൂബി നമുക്ക് ലീഫെല്ലാം കമിഴ്ത്തിയിട്ട് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ വിവിപാരസ് അല്ല, ഈ പോട്ടിൻ പോട്ടൊക്കെ ആയിട്ട് എല്ലാ വെറൈറ്റീസും നന്നായിട്ട് വലുപ്പത്തിൽ ഫ്ലവറൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് പോട്ടിൻ പോട്ടായിട്ട് വെക്കാതെ ഡയറക്റ്റായിട്ട് തന്നെ വെക്കണം കേട്ടോ. അപ്പം പോട്ടിൻ പോട്ടായിട്ട് വെക്കാൻ ഞാൻ ആരും പറയില്ല, അപ്പം ഡോർമെൻ്റ് ആയി പോവും പെട്ടെന്ന് ആ പ്ലാന്റ്. അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ, പോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫ്ലവറിൻ്റെ വലിപ്പം ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. റൂബിയുടെ ഈ ഒരു പ്ലാന്റേ ഉള്ളൂ, ബാക്കി വെച്ചിട്ടുണ്ട്, ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോസിലൊക്കെ ഇടാം. ഇപ്പോൾ തൽക്കാലം ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ബഡ് വന്ന പ്ലാന്റാണ്. 130 രൂപയാണ് റൂബിയുടെ റേറ്റ്. അടുത്തൊരു മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലിയ ക്വാനരുണാണ് കേട്ടോ. ക്വാനരുണിൻ്റെ ഫ്ലവറിങ് പ്ലാന്റാണ് സെയിലിനായിട്ട് ഉള്ളത്. അടിയിൽ നിന്ന് ഇഷ്ടംപോലെ ബഡ്ഡുകൾ കയറി വരുന്നുണ്ട്, അടിയിൽ നിന്ന് ബഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം തെളിഞ്ഞ് കിടക്കാനായിട്ട് ചാണകവും മണ്ണും മിക്സ് ഒന്നും ചെയ്യരുത്. പിന്നെ പായലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയുക. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നത് നല്ല തെളിഞ്ഞ വെള്ളമാണല്ലോ എന്നൊക്കെ. പായലുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല പറയുന്നത്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് പായൽ നമുക്ക് അത്ര അറിയാത്തതാണ്. പിന്നെ വളവും മണ്ണും തമ്മിൽ മിക്സ് ചെയ്യാതെ നടുക. വളം കൂടിപ്പോയാലും നമുക്ക് ഇതുപോലെ പായൽ ഉണ്ടാകും. ഇത് 3-ാം ദിവസത്തെ ഫ്ലവറാണ് കേട്ടോ ക്വാനരുണിൻ്റെ. അപ്പോൾ ക്വാനരുണിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ്, ട്യൂബറിൽ നിന്ന് പുതിയ തൈകൾ കിട്ടുന്നത്. ക്വാനറിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് 400 രൂപയാണ്. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്, നല്ല രസമാണ്. ഫസ്റ്റ് ഡേയിൽ ഫ്ലവർ പിക്കാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അടുത്തത് ലൈറ്റ് റെബ്ക്വാനാണ് കേട്ടോ. ലൈറ്റ് റെബ്ക്വാൻ്റെ പ്ലാന്റാണ് സെയിലിനായിട്ട് ഉള്ളത്. ഇതുണ്ടല്ലേ, ഈ വലിപ്പമുള്ള വലിയ പ്ലാന്റാണ് കേട്ടോ. ലൈറ്റ് റെബ്ക്വാൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് 300 രൂപയാണ്. ഫ്ലവർ പിക്കാൻ സൈഡിൽ കൊടുത്തേക്കാം. ഇങ്ങനെ അസോളയൊക്കെ ഇടുമ്പോൾ നമുക്ക് കൊതുക് കൂത്താടിയൊക്കെ ഒരുപാട് അസോള ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാരിക്കളയണം കേട്ടോ. പിന്നെ കാക്കകളിൽ നിന്നുള്ള ശല്യത്തിനൊക്കെ ഈ അസോള ഇടുന്നത് നല്ലതാണ്. ഒരുപാട് ഇങ്ങനെ അസോള തിങ്ങി നിറഞ്ഞ് കിടന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാക്കയൊന്നും വരികയില്ല കേട്ടോ. വന്ന് ഇന്ന് പ്ലാന്റിനകത്ത് കുളിക്കുകയോ അവിടെ കാക്ക മെയിനായിട്ടും ചിറകിട്ടടിച്ച് കുളിക്കുന്നതാണ് കേട്ടോ വെള്ളത്തിൽ. അപ്പം അങ്ങനെയൊന്നും വരാതെ കാക്ക വന്നിരിക്കത്തില്ല. അതുപോലെ തന്നെ നമുക്ക് കൊതുക് കൂത്താടിയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതിനകത്ത് തടയാം കേട്ടോ. അപ്പോൾ അസോള വേണ്ടവർ ചോദിക്കുക. അപ്പം ഇത് ലൈറ്റ് റെബ്ക്വാനാണ്. ലൈറ്റ് റെബ്ക്വാൻ്റെ റേറ്റ് 300 രൂപ. അടുത്ത വെറൈറ്റി യെല്ലോ ഫാൻസിയാണ് കേട്ടോ. നമുക്ക് താഴെ നിന്നൊക്കെ ഒത്തിരി ബഡ്ഡുകൾ വരുന്നുണ്ട് യെല്ലോ ഫാൻസിയുടെ. ഫ്ലവർ വണ്ടൊക്കെ തിന്നത് 3-ാം ദിവസത്തെ ഫ്ലവറാണ് കേട്ടോ. ഈ യെല്ലോ ഫാൻസിയുടെ ഇതിൻ്റെ സൈഡിൽ കൂടെ കണ്ടില്ല ഒരു വെരിഗേഷനൊക്കെ ഉണ്ട്, പിങ്ക് വെരിഗേഷൻ ഉണ്ട് കേട്ടോ. അത് കണ്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പോട്ട് ചെയ്ത് വയ്ക്കുമ്പോഴാണ് നന്നായിട്ട് ഈ വെരിഗേഷൻ നമുക്ക് നന്നായിട്ട് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ബഡ് വന്ന ഫ്ലവർ വിരിഞ്ഞ് ഈ സെയിം പ്ലാന്റാണ് യെല്ലോ ഫാൻസിയുടെ സെയിലിനായിട്ട് ഉള്ളത്. ഇതിൻ്റെ റേറ്റ് 400 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല യെല്ലോ കളറാണേ. അടുത്ത വെറൈറ്റി ഓസ്ട്രയാണ്. ഓസ്ട്രയുടെ ഫ്ലവറിങ് പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത്. ഓസ്ട്രയുടെ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് 130 രൂപയാണ് കേട്ടോ. ഓസ്ട്രയും ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത്. ഫ്ലവർ പിക്കാൻ സൈഡിൽ കൊടുത്തേക്കാം. അടുത്ത വെറൈറ്റി ഹണിഡ്യൂ ആണ്. ഹണിഡ്യൂവിൻ്റെ സെയിം പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ട് ഉള്ളത്. 2 പ്ലാന്റ് ഉണ്ട് സെയിലിനായിട്ട്. ഹണിഡ്യൂവിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് 350 രൂപയാണ്. അടുത്ത വെറൈറ്റി സ്റ്റാർ ഓഫ് സിയാം ആണ്. സ്റ്റാർ ഓഫ് സിയാം നമുക്ക് ട്യൂബറിൽ നിന്നാണ് പുതിയ തൈകൾ കിട്ടുന്നത് കേട്ടോ. സ്റ്റാർ ഓഫ് സിയാമിൻ്റെ ബഡ് വന്ന പ്ലാന്റാണ് സെയിലിനായിട്ട് ഉള്ളത്. സ്റ്റാർ ഓഫ് സിയാമിൻ്റെ ലീഫ് കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ ലീഫ് കാണാൻ. ലീഫിൻ്റെ അടിവശമൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ. സ്റ്റാർ ഓഫ് സിയാമിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 130 രൂപയാണ്. സദേൺ ജാം ഉണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സദേൺ ജാമിൻ്റെ 2 ബഡ് വന്ന പ്ലാന്റ് സെയിലിനായിട്ടുണ്ട്. സദേൺ ജാമാണ്
ട്യൂബറിൽ നിന്നാണ് പുതിയ തൈകൾ കിട്ടുന്നത്. റേറ്റ് 150 രൂപ. ഇതുപോലെ തന്നെ സെയിം ബഡ് വന്ന പ്ലാന്റാണ് കേട്ടോ ഒരെണ്ണോടെ ഉള്ളത്. അടുത്ത വെറൈറ്റി പർപ്പിൾ ഡയമണ്ട് ആണ്. പർപ്പിൾ ഡയമണ്ടിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ. വെളിയിലേക്കൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാം. ഇത് പർപ്പിൾ ഡയമണ്ടിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ്. 2 ട്യൂബർ പ്ലാന്റ് പർപ്പിൾ ഡയമണ്ടിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ട്യൂബർ പ്ലാന്റ് വേണ്ടവർ മെസ്സേജ് അയയ്ക്കുക. 200 രൂപയാണ് കേട്ടോ പർപ്പിൾ ഡയമണ്ടിൻ്റെ ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ്. ഫ്ലവറിംഗ് പ്ലാന്റ് ഇപ്പോൾ ഇല്ല, ട്യൂബർ പ്ലാന്റ് ആണ്. ഈ ട്യൂബർ പ്ലാന്റ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴേ നിങ്ങൾക്ക് നട്ട് വയ്ക്കാം. ഇത് കണ്ടില്ലേ, ലീഫൊക്കെ ഉണ്ട്, അടിയിൽ നല്ലപോലെ റൂട്ടുണ്ട്, ട്യൂബർ അടിയിലുള്ള കിഴങ്ങുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴേ നട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് 200. അടുത്ത വെറൈറ്റി യെല്ലോ വട്ടാനയാണ്. യെല്ലോ വട്ടാനയുടെ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. നമുക്ക് ട്യൂബറിൽ നിന്നാണ് യെല്ലോ വട്ടാനയ്ക്ക് പുതിയ തൈകൾ കിട്ടുന്നത്. അപ്പോൾ യെല്ലോ വട്ടാനയുടെ ഈ ബഡ് വന്ന് ഫ്ലവറൊക്കെ വിരിഞ്ഞായിരുന്നേ. ഫ്ലവർ വിരിഞ്ഞ് ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് 350 രൂപയാണ് കേട്ടോ. യെല്ലോ കളർ വാട്ടർ ലില്ലി വേണ്ടവർക്ക് ചോദിക്കാം. യെല്ലോ വട്ടാന. അടുത്ത വെറൈറ്റി പർപ്പിൾ നങ്വാങ് ആണ് കേട്ടോ. പർപ്പിൾ നങ്വാങ്ങിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ്. അതും ഇതുപോലെ തന്നെ പർപ്പിൾ നങ്വാങ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂട്ടുണ്ട്, ലീഫൊക്കെ ഉണ്ട്. വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ പോട്ട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഈ പർപ്പിൾ നങ്വാങ്ങിൻ്റെ സെയിം പ്ലാന്റിൻ്റെ ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് 50 രൂപയുള്ളേ. അടുത്ത വെറൈറ്റി ജൂണലിസൺ ആണ്. ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ജൂണലിസൻ്റെ സെയിം പ്ലാന്റ്, ഫ്ലവർ വിരിഞ്ഞിരിക്കുന്ന സെയിം പ്ലാന്റ്, 3-ാം ദിവസത്തെ ഫ്ലവറാണ്. സെയിം പ്ലാന്റിൻ്റെ റേറ്റ് 150 രൂപ. അടുത്ത വെറൈറ്റി റെഡ് ഡാലിയാണ് കേട്ടോ. റെഡ് ഡാലിയുടെ പ്ലാന്റ് ആണ്. 3 പ്ലാന്റ് റെഡ് ഡാലിയുടെ അവൈലബിൾ ആയിട്ടുണ്ട്. ട്യൂബറിൽ നിന്നാണ് നമുക്ക് പുതിയ തൈകൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. റെഡ് ഡാലിയുടെ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് 100 രൂപയാണ് കേട്ടോ. 3 പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് റെഡ് ഡാലിയുടെ. അടുത്ത വെറൈറ്റി വിവിപാരസ് വെറൈറ്റിയാണ് കേട്ടോ. ടീനയുടെ ബഡ് വന്ന പ്ലാന്റ് ആണിത്. ബഡ് വന്ന പ്ലാന്റ് ആണ്. ഇത് താമരയുടെ പോട്ടിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ടീന നട്ട് വെച്ചിരുന്ന പോട്ടിൽ താമര നട്ടു. അപ്പോൾ അതിൻ്റെ അടിയിലെങ്ങാണ്ട് ചെറിയ തൈ ഉണ്ടായിരുന്നു. അപ്പം ടീനയുടെ ബഡ് വന്ന പ്ലാന്റിൻ്റെ റേറ്റ് 60 രൂപയാണ് കേട്ടോ. അടുത്തൊരു വിവിപാരസ് വെറൈറ്റിയാണ്. ബ്ലൂ വിസിലാണ് കേട്ടോ. ബ്ലൂ വിസിലിൻ്റെ ഫ്ലവർ വിരിഞ്ഞേക്കുന്ന സെയിം പ്ലാന്റാണ് അയച്ചിരുന്നത്. അത് താഴെ നിന്ന് ബഡുണ്ട് കണ്ടില്ലേ. ഇതൊക്കെ കുറച്ചുകൂടെ നല്ല മച്ചുവറായി കഴിയുമ്പം ലീഫ് കമഴ്ത്തി വെള്ളത്തിന് കമഴ്ത്തിയിടുക കേട്ടോ. അപ്പോൾ ഇലകളിൽ നിന്ന് തൈകൾ കിട്ടുന്ന ബ്ലൂ വിസിലിൻ്റെ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് 70 രൂപയാണ്. അടുത്തത് നമുക്ക് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന മൂൺ കേക്കാണ് കേട്ടോ. എന്തോ വണ്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൾട്ടിപ്പറ്റിലാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. ഫ്ലവർ പിക്കാൻ സൈഡിൽ കൊടുത്തേക്കാവേ. ഇത് സെക്കൻഡ് ഡേയിലെ ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ മൂൺ കേക്കിൻ്റെ സെയിം പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ള. ഫ്ലവറിങ് പ്ലാന്റും ഉണ്ട്, ട്യൂബർ പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലവറിങ് പ്ലാന്റിൻ്റെ റേറ്റ് 450 രൂപയാണ്. നല്ല ഭംഗി, നല്ല വലിപ്പം ഉണ്ടാകും. നല്ലപോലെ കുറച്ചുകൂടെ ഇതൊക്കെ ചെറിയ പോട്ടിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ വലിയത്. ഫസ്റ്റ് ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ വലിയ ഫ്ലവർ ആകും, നല്ല വലിപ്പമുള്ള ഫ്ലവർ ആകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ മൂൺ കേക്ക്. അതുപോലെ ഇതുണ്ടല്ലേ, ഇവിടെ ഒരു വൈറ്റ് നടുഭാഗത്ത് ഒരു യെല്ലോ, നല്ല യെല്ലോ അല്ല, ലൈറ്റ് യെല്ലോയും വൈറ്റും ഒക്കെ ആയിട്ട് ഉള്ളൊരു മൾട്ടിപ്പറ്റിലാണ് കേട്ടോ. മൂൺ കേക്കാണ് 450 രൂപ. ഓറഞ്ച് തങ്വാങ്ങിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഓറഞ്ച് തങ്വാങ്ങിൻ്റെ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് 100 രൂപയാണ്. ഫ്ലവർ പിക്കാൻ സൈഡിൽ കൊടുത്തേക്കാം. 100 കേട്ടോ. അതിൻ്റെ ഇടയിൽ ട്യൂബറും കാണും മിക്കവാറും. അടുത്തൊരു വിവിപാരസ് വെറൈറ്റിയായ സബ്സ്റ്റ്യൂണാണ് കേട്ടോ. മഞ്ഞ വാട്ടർ ലില്ലിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലവറാണ്. ഇലകളിൽ നിന്ന് നമുക്ക് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഉണ്ടല്ലേ, നോടൊക്കെ ഉണ്ട് കേട്ടോ ലീഫിൽ. അപ്പം ഇതിൻ്റെ റേറ്റ്, സബ്സ്റ്റ്യൂണിൻ്റെ റേറ്റ് 250 രൂപയാണ് കേട്ടോ. അടുത്ത വെറൈറ്റി ട്യൂബർ എന്ന തൈകൾ കിട്ടുന്ന ഹസാബാദിനാണ് കേട്ടോ. ഹസാബാദിൻ്റെ ബഡ് വന്ന പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. കണ്ടില്ലേ, അടിയിൽ നിന്ന് ഒത്തിരി ബഡുകൾ കയറി വരുന്നുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 400 രൂപയാണ്. മൾട്ടിപ്പറ്റിലാണ്. സൈഡിൽ ഫ്ലവർ പിക്കാൻ കൊടുത്തേക്കാം കേട്ടോ. അടുത്തത് നമുക്ക് ട്യൂബർ എന്ന തൈകൾ കിട്ടുന്ന വൈറ്റ് പേളിൻ്റെ ഫ്ലവറിങ് പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ് വൈറ്റ് പേൾ കാണാൻ. ഇതൊക്കെ ചെറിയ, അതായത് ഫസ്റ്റ് ഫ്ലവറാണ് കേട്ടോ. അടിയിൽ നിന്ന് ബഡ് വരുന്നുണ്ട്. അപ്പോൾ വൈറ്റ് പേളിൻ്റെ ഈ സെയിം പ്ലാന്റാണ് അയച്ചു തരുന്നത്. റേറ്റ് 150 രൂപയാണ്. അടുത്ത വെറൈറ്റി കിസ്നാപ്പറാണ്. ട്യൂബറിന് തൈകൾ കിട്ടുന്ന കിസ്നാപ്പറിൻ്റെ സെയിം പ്ലാന്റാണ് കേട്ടോ അയച്ചു തരുന്നത്. അതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ട്യൂബർ ഫോം ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കിസ്നാപ്പറിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് 400 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വേണ്ട ഒരു വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ.
അറിയാൻ മേലാത്തവർ ചോദിച്ചിട്ട് മാത്രമേ നടാവുള്ളൂ കേട്ടോ. നല്ല വെയിലത്ത് തന്നെ വെക്കണേ. മരത്തിൻ്റെ കീഴിയോ ഷെഡിൻ്റെ കീഴിയോ ഒന്നും കൊണ്ട് വയ്ക്കാൻ പാടില്ല കേട്ടോ. നട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് വെയിലത്ത് തന്നെ വെക്കാം. അപ്പം വേണ്ടവർ മെസ്സേജ് അയക്കാം കേട്ടോ.